ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫേസും അതിൻ്റെ സൈഡിലെ 2 റോയും നമ്മൾ ക്ലിയർ ആക്കിയതിന് 3-ാമത്തെ റോ ക്ലിയർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫേസ് ഫുള്ളായിട്ടും ക്ലിയർ ചെയ്യണം. അതോടെ കഴിയുമ്പോൾ നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പൂർണ്ണമായും പഠിക്കും. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈറ്റ് ആദ്യം ക്ലിയർ ചെയ്തു, അതിന് ബാക്കി 2 റോയും ക്ലിയർ ചെയ്തു. അതായത് വൈറ്റിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിനി ക്ലിയർ ചെയ്യേണ്ടത്. 3-ാമത്തെ റോയ്ക്ക് മുമ്പായിട്ട് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ. ഇത് യെല്ലോ ആണ് സെൻറ്ററിലുള്ളത്. അതിൻ്റെ സെൻറ്റർ പീസ് ഇളകി പോയേക്കാം. അപ്പോൾ ആ സെൻറ്റർ പീസും വേറെ 2 യെല്ലോയും കൂടി 3 ഓൾറെഡി ആ ഫേസിലുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ 3-ാമത്തെ സൈഡിലെ 3-ാമത്തെ റോയിൽ അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തതനുസരിച്ച് ഷഫിളാവും. അത് ഓരോ ആളുകൾ ചെയ്യുമ്പോഴും പലയിടത്തായിരിക്കും അത് ഇരിക്കുന്നത്. അപ്പം അതെല്ലാം ഈ ഫേസിൽ കൊണ്ടുവരണം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്ലസ്, മറ്റേ വൈറ്റിൻ്റെ ഫേസ് ചെയ്തപോലെ ഒരു പ്ലസ് ആക്കണം, യെല്ലോയുടെ ഒരു പ്ലസ് ആക്കണം. ഇപ്പോൾ ഓൾറെഡി 2 സൈഡ് ഇരിപ്പുണ്ട്. ഇത് ചിലപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെ ഓൾറെഡി ആ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കണമെന്നില്ല. ഇങ്ങനെ വരുവാണെങ്കിലുള്ളത് നമ്മൾ ചെയ്യാം. ബാക്കി നമ്മൾ പുറകെ വേറെ വീഡിയോയ്ക്കകത്ത് ചെയ്ത് കാണിക്കാം എങ്ങനെ ചെയ്യേണ്ടത്. ഇതൊരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇക്വേഷൻ സൈഡിൽ കൊടുക്കാം, സ്ക്രീനിൽ കൊടുക്കാം. ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഒരു പ്ലസ് കിട്ടിയുണ്ടോ? ഒരു പ്ലസ്സും പിന്നെ 2 കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്കൊരു പ്ലസ് കിട്ടിയാൽ മതി. നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പം എന്തായാലും പ്ലസ് കിട്ടും. കണ്ടോ, അപ്പോൾ നമുക്കൊരു കിട്ടേണ്ട പ്ലസ് കിട്ടി. ഇനി വെച്ച് കഴിഞ്ഞാൽ 2 കൂടെ ബാക്കിയുണ്ട്. ആ 2 കൂടെ മുകളിൽ കൊണ്ടുവന്നു. അതിനും ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മുടെ സൈഡിൽ കാണുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മുകളിൽ കൊണ്ടുവരാം. ആ ഇക്വേഷൻ നമ്മൾ ചെയ്യുക. കണ്ടോ, ആ ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ്. അതായത് ഒരു പ്ലസ്സും പിന്നെ ഒരു കോർണറിലെ ഒരു യെല്ലോയും ഇങ്ങനെയുണ്ട്. കണ്ടോ, ഒരു 3 കോർണർ ഒഴിവായിട്ട് കിടക്കും, ഒരു കോർണർ കാണും. ഇപ്പോൾ ഏകദേശം ഒരു മീനിൻ്റെ, നമ്മൾ പണ്ട് ബുക്ക് വരയ്ക്കത്തില്ല, അതുപോലത്തെ ഒരു മീനിൻ്റെ ഷേപ്പില്ല. ഈ ഷേപ്പ് നമുക്ക് കിട്ടണം. ആ ഷേപ്പ് കിട്ടുന്നത് നമ്മൾ ഇക്വേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇപ്പം പിന്നെയും അത് കിട്ടിയില്ലേ? ഓക്കെ, ആ ഷേപ്പ് തന്നെ കിട്ടി. ഈ ഷേപ്പ് 2 പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഫുള്ള് യെല്ലോ കിട്ടും. ഈ ഫേസ് മുഴുവൻ യെല്ലോ കിട്ടും. അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 റോ കറക്റ്റായിട്ട് യെല്ലോ വന്നു. 3-ാമത്തെ ഇപ്പം ഫേസ് മുഴുവൻ യെല്ലോ ആയി. ഓപ്പോസിറ്റ് വൈറ്റ് റെഡി. ഇവിടുത്തെ റെഡും 2 റോ കറക്റ്റ്, ബ്ലൂ 2 റോ കറക്റ്റ്, ഓറഞ്ച് 2 റോ കറക്റ്റ്, ഗ്രീൻ 2 റോ കറക്റ്റ്. നേരത്തെ ചെയ്തത് അവിടെ ഇരിപ്പുണ്ട്. യെല്ലോ ക്ലിയറുമായി. അപ്പോൾ ഇനി 3-ാമത്തെ റോ മാത്രമേ, സൈഡിലത്തെ 3-ാമത്തെ റോ ക്ലിയർ ചെയ്യുമ്പോൾ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആകും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട്, ആ സൈഡിലെ കൂടെ ക്ലിയർ ആക്കേണ്ട ഒരു വീഡിയോ.